ഇത് ഡൈനിങ് ഏരിയയാണ് നമ്മുടെ. കൂടാതെ കിച്ചൺ ഓപ്പൺ കിച്ചൺ എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്ക് നമ്മുടെ അകത്ത് കിച്ചണിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉള്ളി ഫീൽ ചെയ്താൽ തന്നെ നമ്മുടെ കസ്റ്റമറിന് കാണാം. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാണ് ഏകദേശം ഓപ്പണിംഗ് ആവുന്നത്? നമ്മൾ ഈ ഒരാഴ്ചക്കകം. ഈ സ്ഥലത്തിൻ്റെ പേരെന്തെന്ന് പറയാം? കിളിമാനൂർ കഴിഞ്ഞ് പൊരുന്തമൺ കഴിഞ്ഞ് പുളിമാത്തിന് വിടയ്ക്കും. പൊരുന്തമണിലും പുളിമാത്തിന് വിടയ്ക്കും. ഓക്കെ. കൂടാതെ 3 മാസത്തിന് ശേഷം നമ്മൾ നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇത് വെജ് ആണല്ലേ? ഇത് പ്യുവർ വെജ്. ഓക്കെ. ശേഷം 3 മാസത്തിന് ശേഷം നോൺ വെജ് ഇതാണോ? നോൺ വെജ് അതെ അല്ലേ? ഇതാണ്. നമുക്ക് 7ഓളം ഹട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് തടിയിലാണ്. ഈ പാറയെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന നോൺ വെജ് ഏതാണ്? അതെവിടെയാണ്? അവിടെ കുറച്ചുകൂടെ മറ്റൊരു മോഡൽ അല്ലേ? ഓല മോഡൽ. പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഒരു പാർട്ടി ഹാള് ഏകദേശം 300 പേർക്കോളം ഒരു പാർട്ടി ഹാള്. അത് നോൺ വെജ് അതാണ്. അതെ. ഇതല്ലാതെ ഉള്ള സ്പേസാണ് ഇത് കഴിക്കാൻ. ഹട്ട് മോഡൽ അല്ലേ? 100ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള. ഇത് ഹട്ട് മോഡൽ. കുറച്ച് ആവശ്യം ഉണ്ട്. ഇല്ല, കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വേറെ ഉണ്ട്. ഇഷ്ടംപോലെ ഏകദേശം 100 കാറുകളോ. ഈ ഹോട്ടലിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇത് ചട്നി ഇമാം അല്ല. ഓക്കെ, ചട്നി മാമി. ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അല്ലേ? ഇതാണ് സ്പേസ്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ. നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ഏകദേശം പുരോഗമിക്കുന്നു. 3 മാസത്തിനകം ഇതാവും. മറ്റേതോ ഒരാഴ്ചക്കകത്തോ? ഓക്കെ. താങ്കളുടെ പേര്? എൻ്റെ പേര് സീതു. ഓക്കെ. സ്വദേശിയാണ്. കാര്യമായിട്ടാണ് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാനും കിളിമാനൂർ സ്വദേശിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ജന്മദേശത്തോട്ട് വന്നപ്പം പരിസരവാസികളായ ഏകദേശം 20ഓളം സ്റ്റാഫുകൾ, ഏകദേശം 20ഓളം ലേഡീസിന് ഈ സ്ഥാപനത്തിൽ തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം കുളിമാത്ത് പഞ്ചായത്തിൻ്റെയും കുമാരൻ പഞ്ചായത്തിൻ്റെയും ഉള്ള ഏകദേശം 20ഓളം